നീതു വിജയൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി. അവർ വളരെ ഗംഭീരമായിട്ട് ഷൈൻ ടീച്ചറെ പോലെ തന്നെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു വനിതാ നേതാവായിട്ട് ഇങ്ങോട്ട് വന്നു. എന്താ അവർ ചെയ്തത് കോൺഗ്രസിൻ്റെ അനുഭാവിയായിട്ടുള്ള ഒരാളെന്ന നിലക്കുള്ള പവറും സിനിമാ നടൻ, അതും എനിക്കൊക്കെ വലിയ ഇഷ്ടമുള്ള, എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു സിനിമാ നടൻ എന്ന പവറുള്ള ഒരാളെ നേർക്കുനേർന്ന് ചോദ്യം ചെയ്തു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദ്യം ചെയ്തു. ഞാൻ ഈ നീതു കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടിട്ടുണ്ട് ആ പേര്. ഞാൻ ചെന്നിട്ട് ഇവരുടെ ഫേസ്ബുക്ക് പേജ് ചെന്ന് നോക്കി. അവരുടെ പേജിൻ്റെ കവർ ഫോട്ടോ എന്താ ഹർഷ? ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ തെരുവിൽ നിന്ന് സമരം ചെയ്യുന്ന നീതു വിജയൻ്റെ അവരുടെ സ്വന്തം ഫോട്ടോ ആണ് അവരുടെ കവർ ഫോട്ടോയിലുള്ളത്. എന്താണ്? പോലീസുകാർക്കിടയിൽ നിൽക്കുകയാണ് ഈ പെൺകുട്ടി, ചെറുപ്പക്കാരിയുള്ളൊരു പെൺകുട്ടി. പോലീസുകാർക്കെതിരെ നിരന്തരമായിട്ട് തെരുവിൽ സമരം ചെയ്യുന്ന കോൺഗ്രസ്സുകാരിയാണ്. അതായത് സിനിമാ നടനായിട്ട് സിനിമയിൽ അഭിനയിച്ച് ബാക്കിയുള്ള സമയത്ത് കോൺഗ്രസിൻ്റെ വേദികൾ വന്ന് തമാശ പറയുന്ന ആളല്ല. തെരുവിൽ പോയിട്ട് നിന്ന് സമരം ചെയ്യുന്ന ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ്, നിങ്ങളോട് എനിക്ക് ആദരവുണ്ട്, സ്നേഹമുണ്ടൊക്കെ തന്നെ, പക്ഷേ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് അഭിമാനത്തോടെ നടക്കണം. അവർ ചോദിക്കുന്നത് വളരെ സെൻസിബിളായുള്ള ചോദ്യമാണ്. എന്തായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും പറയാത്തത്? ഞങ്ങൾ പെൺകുട്ടികളായിട്ടുള്ള, യുവതികളായിട്ടുള്ള, സ്ത്രീകളായിട്ടുള്ള നേതാക്കൾ കോൺഗ്രസിൻ്റെ പേരിലോ യൂത്ത് കോൺഗ്രസിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ, ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പോയിന്റ് പോലും തരാൻ ഇയാൾക്ക് പറ്റുന്നില്ലല്ലോ. ഇയാൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുന്നുണ്ടോ എന്ന വാലിഡായിട്ടുള്ള ചോദ്യം അവർ ചോദിക്കുന്നത്. അത് ഏത് സമയത്താണ്? ഹർഷം പറഞ്ഞില്ലേ, ഈ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഒരു വരി വന്ന് പറയുമ്പോൾ അവരെ അടിച്ചോടിച്ചു. ഇവരെല്ലാവരും കൂടെ ഈ ബഹളം വെച്ചിട്ട് ഈ സൈബർ ആക്രമകാരികൾ അടിച്ചോടിച്ചു, അവർക്ക് മിണ്ടാൻ പറ്റാതാക്കി. BD സതീശനെ പോലെ പ്രധാനപ്പെട്ട ഒരാളെ പോലും ഇവർ സംഘടിതമായിട്ട് ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഈ പെൺകുട്ടി വന്ന് ധീരമായിട്ട് പറയാണ്, വളരെ കൃത്യമായിട്ട് വന്ന് പറയാണ്, വലിയ പോസ്റ്റ് ഇട്ടിട്ട് പറയാണ്, കണ്ടില്ലേ എന്ന്. അവിടെയാണ് ഈ ചങ്ങാതി ആദർശ ധീരൻ എന്ന ആദ്യ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന ഈ ചങ്ങാതി ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ പറയുന്നത്. ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ എന്തിന്? അതായത് ഈ സ്ത്രീകളായിട്ടുള്ള ആളുകൾ, വനിതകൾ, നേതാക്കൾ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്കറിയണം എന്ന് പറയുകയാണ് ഈ ചങ്ങാതി. അതായത് അവരെവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ടവർ ലൊക്കേഷൻ ഞങ്ങൾക്കറിയണം എന്ന് പറയുകയാണ് ഈ ചങ്ങാതി. പോയി പണി നോക്ക് എന്നല്ലേ ഈ KJ ഷൈനും ടീച്ചറും ടീച്ചറുടെ ഭർത്താവും വന്ന വളരെ ആർജവത്തോടെ പറഞ്ഞത്. രാഷ്ട്രീയക്കാരിൽ അവർക്കൊപ്പല്ലേ നിൽക്കുക. ഇന്നിപ്പോൾ രഹസ്യമായിട്ട് നമ്മൾ ആരും എഴുന്നേറ്റെന്ന് പറയാൻ പോകില്ല. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളോട് ചോദിച്ചു നോക്കൂ, അവർ KJ ഷൈൻ്റെ കൂടെ നിൽക്കൂ. അവരെ നിർബന്ധിച്ച് വല്ലതും പറയിപ്പിച്ചാൽ മാത്രമേ അവർ ഓപ്പോസിറ്റായിട്ട് നിൽക്കൂ. അപ്പോൾ